بسم الله الرحمن الرحيم وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1627 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنذرهم يوم الأزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ വെളിപ്പെട്ടു വരുന്ന ആ സന്ദർഭം, ആ ഘട്ടത്തില് എല്ലാവരും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങള്, നിലപാടുകള്, കർമ്മങ്ങള്, ഇതൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു സന്ദർഭമാണത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലല്ല ഉള്ളത്. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഅൻ. അന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്ന, രംഗത്ത് വരുന്ന, വെളിപ്പെട്ടു വരുന്ന ആളുകളുടെ, വിശേഷിച്ച് കുറ്റവാളികളായി ജീവിച്ച ആളുകളുടെ യാതൊരു സംഗതിയും തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്നതല്ല. ലിമനിൽ മുൽക്കുൽ യൗം എന്നാണ് അള്ളാഹു അവരെ കേൾപ്പിക്കുന്ന ഒരു കാര്യം. ആ ഘട്ടത്തിൽ ഒരു ചോദ്യമാണത്. ആർക്കാണ് ഇന്ന് ആധിപത്യമുള്ളത്, അധികാരമുള്ളത്? അതിനുള്ള ഉത്തരവും അവിടെ നൽകപ്പെടുന്നുണ്ട്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനും പരമാധികാരിയുമായ, സകല സംഗതികളുടെ മേലും സമ്പൂർണമായ നിയന്ത്രണവും അധികാരവും ഉള്ളവനായ അള്ളാഹുവിനാണ് അന്ന് മുൽക്ക് ഉള്ളത്, അധികാരമുള്ളത്, ശക്തിയുള്ളത്, ആധിപത്യമുള്ളത് എന്നാണ് അവർ കേൾക്കേണ്ടി വരുന്നത്. ഓരോ വ്യക്തിയും തൻ്റെ കർമ്മങ്ങൾക്ക്, തൻ്റെ സമ്പാദ്യത്തിന്, താൻ പ്രയത്നിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നോ അതിനൊക്കെയുമുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണത്. അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് ലാ ദുൽമൽ യൗം. അന്ന് യാതൊരു വിധത്തിലുമുള്ള അനീതിയും അക്രമവും ഉണ്ടാവുകയില്ല.
മാത്രവുമല്ല ആരും ഒരുപാട് കാത്തുനിൽക്കേണ്ടിയും വരില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, വളരെ വേഗത്തിൽ തന്നെ കണക്ക് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ മക്കയിലെ നിഷേധ നിലപാടുമായി നിലകൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആളുകളോടായിട്ട് അവരെ കേൾപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹു പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് ആ നാളിനെ ഒരല്പം കൂടി വിശദമാക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് ഇന്ന് ഞാൻ വായിച്ച ആയത്തുകളെ സൂക്ഷ്മമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാം. വ അൻദിറുഹും യൗമൽ അസിഫ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശം എന്ന നിലക്കാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. വ അൻദിറുഹും, പ്രവാചകരെ താങ്കൾ അവർക്ക് താക്കീത് നൽകുക, ഇൻദാർ നൽകുക. യൗമൽ അസിഫ, സമീപസ്ഥമായ അടുത്ത് തന്നെ എത്തി നിൽക്കുന്ന ആ നാളിനെ കുറിച്ച്. ആളുകൾ പൊതുവെ അത് വളരെ വിദൂരമായ വളരെ അകലെയായുള്ള ഒരു നാളാണ് എന്ന ധാരണയിലാണ് ഉണ്ടാവുക. പക്ഷെ ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥത്തിൽ വളരെ അടുത്ത് തന്നെയാണ്. എപ്പോ വേണമെങ്കിലും വന്നു ചേരാം, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്ന വിധത്തിലാണതുള്ളത്. വ അൻദിറുഹും, അവർക്ക് പ്രവാചകരെ താങ്കൾ താക്കീത് നൽകുക. യൗമൽ അസിഫ, ആ സമീപസ്ഥമായ നാളിനെ കുറിച്ച്, വളരെ അടുത്ത് തന്നെ എത്തി നിൽക്കുന്ന ആ ദിവസത്തെ കുറിച്ച് അവർക്ക്, ഈ നിഷേധികൾക്ക് അല്ലെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ ആളുകൾക്ക് താക്കീത് നൽകുക. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. ഇതിൽ ഖുലൂബു, ഹൃദയങ്ങൾ അന്ന് ആ നാളിൽ ഹനാജിറുകളോളം എത്തിയിട്ടുണ്ടാകും. ഹനാജിർ എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്, കണ്ടമാണ്. അപ്പൊ തൊണ്ടക്കുഴിയോളം ഹൃദയങ്ങൾ കയറി വന്നിട്ടുണ്ടാവുന്ന ഒരു നാളാണത്. മനുഷ്യൻ അതികഠിനമായ ഭയം അനുഭവിക്കുമ്പോൾ നെഞ്ചിടിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫിസിക്കലായിട്ട് തന്നെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഹൃദയത്തിന് ഞെരുക്കമുണ്ടാകുന്നതും ഹൃദയം തൊണ്ടയുടെ ഭാഗത്തേക്ക് കയറി വരുന്ന പോലെ തോന്നുകയും ചെയ്യുന്ന ഒരു അനുഭവം. ശ്വാസഗതിയില് വ്യതിയാനം ഉണ്ടാകുന്നതും അതുപോലെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതും ഒക്കെ ആയിരിക്കണം അതിന് കാരണം. എന്തായാലും അള്ളാഹു ആ നാളിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഖുലൂബുൽ ലദൽ ഹനാജിർ, ഹൃദയങ്ങൾ തൊണ്ടയോളം എത്തുന്ന, കണ്ടനാടിയോളം എത്തുന്ന, അല്ലെങ്കിൽ ഹൃദയങ്ങൾ കഴുത്തിലേക്ക് കയറി വരുന്ന വിധത്തില് അനുഭവപ്പെടുന്ന ഒരു നാളാണിത്. ഇതിൽ ഖുലൂബ്, ഹൃദയങ്ങൾ ലദൽ ഹനാജിർ. ഇത് അതിന്റെ അക്ഷരതലത്തില് വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന് അർത്ഥമല്ല. ഹൃദയങ്ങൾ എന്നത്, ഹൃദയം മനുഷ്യ ശരീരത്തിൽ എവിടെയാണുള്ളത് എന്നത് നമുക്കറിയാം. അത് അവിടുന്ന് തൊണ്ടയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ തൊണ്ടയുള്ള ആ ഇടത്തേക്കോ ഒന്നും കയറി വരില്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സിന് അനുഭവപ്പെടുന്ന ആ ഇടുക്കം കാരണമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം, ഒരു തോന്നല് അവനിൽ ഉണ്ടാകുന്നു. ശക്തമായ ഭയവും ആശങ്കയും ഒക്കെ കാരണമായി ഹൃദയം മേലോട്ട് കയറി വന്ന പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു എന്നതായിരിക്കണം അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ഹൃദയം അങ്ങനെ തൊണ്ടയിലേക്ക് കയറി വരുന്ന ഒരു സാധ്യത ഏതായാലും നമ്മൾ കാണുന്നില്ല. മറിച്ച് അതിന്റെ ഒരു ആലങ്കാരികമായ, അതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ. എന്താണ് അങ്ങനെ അനുഭവപ്പെടുന്നവരുടെ ആ ഘട്ടത്തിലെ അവസ്ഥ? കാലിമീൻ, അവരുടെ വ്യസനം, ഖേദം അല്ലെങ്കിൽ നെടുംഖേദമൊക്കെ
കടിച്ചു പിടിച്ച് നിയന്ത്രിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. കാലിമീൻ എന്ന് പറഞ്ഞ കല്ലമ്മ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് അതികഠിനമായ വിധത്തില് സഹിക്കുക എന്നതാണ്. കടിച്ചമർത്തി നിയന്ത്രിക്കുന്ന ഒരു അതിഭീകരമായ ഒരു അനുഭവം, അത് പുറത്ത് പ്രകടിപ്പിക്കാതെ കടിച്ചമർത്തുന്ന ഒരവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോ വിഷമം, സങ്കടം, നെടുംഖേദം എന്നൊക്കെ പറയാവുന്ന ഒരു 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 ബോധമാണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് ആ ഘട്ടത്തില് ഇത്തരം ആളുകൾ അനുഭവിക്കുന്നത്. വല്ലാത്ത സങ്കടമായി പോയല്ലോ, തെറ്റായ ദിശയിലേക്ക് നീങ്ങി, ജീവിത അവസരം പൂർണ്ണമായി നഷ്ടപ്പെടുത്തി, അള്ളാഹുവിനോട് ശത്രുത കാണിച്ചുകൊണ്ട് ജീവിച്ച് കാലം തീർന്നു പോയതിലുള്ള അതികഠിനമായ ഖേദവും സങ്കടവും ഒക്കെയാണ് ഒരാൾക്ക് ആ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. ആ സങ്കടം പ്രകടിപ്പിക്കുന്നത് പോലും അപഹാസ്യമായ, ആ സങ്കടം കരഞ്ഞു തീർക്കുന്നത് പോലും വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അവിടെ ഒരാളുടെ കാര്യത്തിലും ഒന്നും മറഞ്ഞു കിടക്കുന്നില്ല. ഓരോരുത്തരും സ്വേച്ഛ പ്രകാരം, സ്വന്തം ഇഷ്ടം പ്രകാരം തെരഞ്ഞെടുത്ത വഴികളായിരുന്നു. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ആരുടെ മേലും അത് വെച്ച് കെട്ടാൻ ഒരാൾക്കും സാധ്യമല്ല എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു നിലക്കും താൻ എത്തിപ്പെട്ട ഏറ്റവും പരിതാപകരമായ ആ അവസ്ഥയുടെ പേരിൽ മറ്റൊരാളിൽ പഴി ചാരുന്നത് സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ദുഃഖം ഒന്ന് മനസ്സറിഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടെങ്കിലും തീർക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ഹൃദയം തൊണ്ടയിലേക്ക് കയറി വന്ന നെടുങ്കേദം കടിച്ചമർത്തി നിയന്ത്രിച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, കരഞ്ഞു തീർക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. മാലില്ലാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഅ്. ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് അള്ളാഹു തുടർന്ന് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അതിക്രമകാരികൾക്ക്, ഈ ലാലിമകൾക്ക്, അള്ളാഹുവിനോടും സ്വന്തത്തോടും വലിയ ദ്രോഹം ചെയ്ത ആളുകൾക്ക്, എല്ലാവരും അങ്ങനെയാണല്ലോ, ഈ അള്ളാഹുവിനോട് ഇടഞ്ഞു നിൽക്കുന്ന, നിഷേധത്തിന്റെ വഴി തെരഞ്ഞെടുത്തവര് സ്വന്തത്തോട് തന്നെയാണ് ഏറ്റവും വലിയ ദുൽമ ചെയ്യുന്നത്. കാരണം സ്വന്തം നഫ്സ്, അത് ശരീരമായാലും ആത്മാവായാലും, ഏറ്റവും വലിയ കെടുതി ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു ജീവിത പ്രയാണം നടത്തിയ ആളാണ് അയാൾ. അപ്പൊ അയാള് അള്ളാഹുവിനോട് ദ്രോഹം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ യഥാർത്ഥ ഫലം അയാൾ ഉണ്ടാക്കുന്നത് സ്വന്തം ആത്മാവിന് തന്നെയാണ്. അപ്പൊ അങ്ങനെ സ്വന്തത്തോട് ദ്രോഹം ചെയ്തു പോയ ലാലിമുകളായി മാറിയ ആളുകൾ, അവരുടെ അവസ്ഥ മാലിൽ ലാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാഅ് എന്നാണ് അള്ളാഹു പറയുന്നത്. അവർക്കൊരു ഹമീം ഉണ്ടാവുകയില്ല ആ ഘട്ടത്തിൽ എന്ന്. ഹമീം എന്ന് പറഞ്ഞാൽ അടുത്ത കൂട്ടുകാരൻ എന്നാണ് ആലങ്കാരികമായിട്ട് ആ പദം നൽകുന്ന അർത്ഥം. ഭാഷാപരമായി അത് ഹെറാറത്ത്, അതികഠിനമായ ചൂട് കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിനാണ് ഈ ഹമ്മാം എന്നൊക്കെ പോലെയുള്ള പ്രയോഗങ്ങൾ അറബ് നാട്ടില് ബാത്റൂമിനൊക്കെ, പള്ളികളോടൊക്കെ ചേർന്നുള്ള ബാത്റൂമുകൾക്ക് ഉപയോഗിക്കുന്ന. അപ്പൊ അതൊക്കെ വരുന്നത് ഇങ്ങനെ അവിടെ ചൂടുവെള്ളം ലഭ്യമായിരുന്നതുകൊണ്ടും പഴയ കാലത്ത് അവിടെ തീ കത്തിച്ചുകൊണ്ട് ചൂടാക്കി നിർത്തുന്ന ഒരിടമായിരുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പം ഹമീമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഠിനമായ പ്രയാസം നേരിടേണ്ടി വരുമ്പോ അതില് ആത്മരോഷം കൊണ്ടുകൊണ്ട് രംഗത്ത് വരുന്ന, അത്രയും നമ്മളോട് വിധേയത്വവും അടുപ്പവും കാണിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ് ഹമീം എന്ന് പറയുന്നത്. നമ്മള് പ്രഹരമേൽക്കേണ്ടി വരുന്നു, അതിക്രമത്തിന് ഇരയാകുന്നു, ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ വളരെ വൈകാരികമായിട്ട് വികാര വിക്ഷോഭത്തോടു കൂടി
നമുക്ക് വേണ്ടി ചാടിപ്പുറപ്പെട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടിയൊക്കെ രംഗത്ത് വരുന്നു. അതിനു മാത്രം ആ വിഷയത്തിൽ വികാരം കൊള്ളുന്ന ഒരു കൂട്ടുകാരൻ, അങ്ങനെ ഒരാളെ ആണ് ഹമീം എന്ന് പറയുന്നത്. കൂട്ടുകാരെല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. വളരെ നിസ്സംഗമായി കാര്യങ്ങൾ കേട്ടുന്നോ അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, ആ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊന്ന് ആലോചിക്കണമല്ലോ എന്നൊക്കെ പറയുന്ന തരം കൂട്ടുകാരുണ്ടാവും. അതും കൂട്ടുകാര് തന്നെയാണ്. പക്ഷെ ഇത് വളരെ വൈകാരികമായിട്ട് തന്നെ, ഇപ്പൊ ഒരു അമ്മക്ക് കുഞ്ഞിനോട് തോന്നുന്ന ഒരു വികാര വായ്പ്, അതേപോലെ അല്ലെങ്കിൽ അതിനോളം ഒക്കെ എത്തുന്ന വിധത്തില് തന്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ സുഹൃത്തിന്റെ കാര്യത്തില് വലിയ വൈകാരികമായിട്ട് തന്നെ ഒരു ഇൻവോൾവ്മെന്റ് അനുഭവപ്പെടുന്ന ഒരു കൂട്ടുകാരൻ, അങ്ങനെയുള്ള ഒരാളെയാണ് ഹമീം എന്ന് പറയുന്നത്. ആ ദിവസം ഓരോ ഇത്തരം കുറ്റവാളികളായ ഓരോരുത്തരും തന്നെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ ആ ഘട്ടത്തിൽ അയാൾക്ക് വേണ്ടി വിലപിക്കാനോ അയാൾക്ക് വേണ്ടി ആർത്തു കരയാനോ ഓടി വരാനോ എന്തെങ്കിലും സഹായം നൽകാൻ ശ്രമിക്കാനോ ഒന്നും സന്നദ്ധരാവുന്ന ഒരു ഹമീമും അന്നുണ്ടാവില്ല. ഒരു ആത്മരോഷം കൊള്ളുന്ന കൂട്ടുകാരനും അന്ന് അയാൾക്കായിട്ട് രംഗത്തുണ്ടാവില്ല. വലാ ഷഫീഉൻ യുതാഅ്, ഒരു പരിഗണന നൽകപ്പെടുന്ന വിധത്തിലുള്ള ഒരു ശുപാർശകനും അന്നുണ്ടാവില്ല. അയാൾക്ക് വേണ്ടി ഒരു പരിഗണന കിട്ടണം എന്ന നിലക്ക് സംസാരിക്കാനും ഇടപെടാനും ഒക്കെയുള്ള കഴിയുന്ന, അത്രയും അതിൽ ഇൻവോൾവ് ആവുന്ന തരത്തിലുള്ള ഒരു ഷഫീഉം അവിടെ ഉണ്ടാവില്ല. ഷഫീഉ എന്ന് പറഞ്ഞാൽ ശുപാർശകനാണ്. ഷഫീഉൻ യുതാഅ് എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന ശുപാർശകൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയാണ്, അത് എന്റെ സമൂഹത്തിലോ അല്ലെങ്കിൽ എന്റെ ജീവിത സാഹചര്യത്തിലോ എനിക്കുള്ള ഒരു മതിപ്പും വിലയും ബഹുമാനവും ഒക്കെ കാരണമായിട്ട് ഞാൻ പറയുന്നത് തട്ടിക്കളയൂലാരും എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എന്നെ കുറിച്ച് പറയാവുന്ന ഒരു വിവരണമാണ് ഷഫീഉൻ യുതാഅ് എന്നത്, അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകൻ. അങ്ങനെ ഒരാളുടെ വാക്കിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു നടപടി ആരും സ്വീകരിക്കൂല. അങ്ങനെ ഉണ്ടല്ലോ നാട്ടില് നമ്മുടെ ഒക്കെ ജീവിത സാഹചര്യത്തിൽ ചിലരുടെ റെക്കമെൻഡേഷൻ ഉണ്ടായാൽ അതെന്തായാലും തള്ളിക്കളയൂല എന്ന് തോന്നുന്ന വിധത്തില് ചില റെക്കമെൻഡേഷൻ, ചില ശുപാർശകളൊക്കെ ആളുകൾ തേടി നടക്കുന്നതും അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൽ അങ്ങനെ ഷഫീഉൻ യുതാഅ് ആയിട്ട് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാകും. അയാൾ പറഞ്ഞാൽ എന്തായാലും അവര് കേൾക്കും, അത് അംഗീകരിക്കും, അനുസരിക്കും എന്ന് ഉറപ്പ് തോന്നുന്ന തരം ആളുകൾ. അങ്ങനെ ഒരാളും ഈ കുറ്റവാളികൾക്ക് വേണ്ടി അന്നുണ്ടാവില്ല. മനസ്സറിഞ്ഞ് വിലപിക്കുന്ന, മനസ്സറിഞ്ഞ് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു കൂട്ടുകാരനുണ്ടാവില്ല. അതുപോലെ അനുസരിക്കപ്പെടുന്നവനായിട്ടുള്ള ഒരു ശുപാർശകനും ഉണ്ടാവില്ല. എന്ന് പറയാൻ അയാൾക്ക് വേണ്ടി ഇടപെട്ട് സംസാരിച്ചാൽ പടച്ചതമ്പുരാൻ എന്തായാലും അത് കേൾക്കും എന്ന് തോന്നുന്ന വിധത്തിലുള്ള, അത് ശ്രദ്ധിക്കും, അതിന് പരിഗണന നൽകും എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരാളും അന്ന് അവർക്ക് വേണ്ടി രംഗത്തുണ്ടാവില്ല എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അവരുടെ നിലപാടുകളെ പരാമർശിച്ചുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ പറയപ്പെടുന്നത്. മക്കയിൽ അവരെ ഈ അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളിൽ പലരും തന്നെ, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും തന്നെ അള്ളാഹുവിലേക്ക് തങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ എത്തിക്കുന്നവരായി, അള്ളാഹുവിന്റെ അടുക്കല് തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരായി, തങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് സംസാരിക്കുന്നവരായി സങ്കല്പിച്ചുകൊണ്ട് പലരെയും ആരാധിച്ചു പോരുന്നുണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ ശരീക്കുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിട്ട് അവർ കാണുന്ന തരം ആളുകൾ. ഈ ആലിഹത്തുകള്, ഈ ഔലിയാകള്, അങ്ങനെ അള്ളാഹുവിനോടൊപ്പം ശരീക്കായിട്ട് അവർ പരിഗണിക്കപ്പെടുന്നവരുണ്ടല്ലോ, അവരുടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോ, പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ആവശ്യം നേരിടുമ്പോ ഇവര് ഇടപെട്ട് സംസാരിച്ച് അത് എളുപ്പമാക്കി തരും എന്നാണ് ഈ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്.
അവരുടെ ബോധ്യം അതാണ്. തങ്ങളുടെ പ്രശ്നം ഉണ്ടാവുമ്പോ എന്തായാലും ഞങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് നേടാനൊന്നും കഴിയില്ല. അത് നമ്മളുടെ ഔലിയാക്കള് അല്ലെങ്കിൽ ആലിഹത്തുകള്, ദേവന്മാര്, ദേവിമാര്, വിഗ്രഹങ്ങള് ഒക്കെ അത് ഇടപെട്ട് ശരിയാക്കി തരും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അതാണ് അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ഈ സംഗതിയെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിന്റെ ആ സന്ദേശം കൊണ്ട് അള്ളാഹു തന്റെ പ്രവാചകൻ മുഖേന നേരിടുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നവരായിട്ട് യാതൊരു ഇലാഹും ഇല്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ. അവനാണ് ദിവ്യത്വമുള്ളത്, അവനാണ് അധികാരമുള്ളത്, അവനാണ് ആധിപത്യമുള്ളത്, അവനാണ് കരുത്തുള്ളത്. അവന്റെ മുന്നില് നിങ്ങൾക്കായി ഇടപെട്ട് സംസാരിക്കാനായിട്ട് ആരുമില്ല. അവനോടാണ് നിങ്ങൾ തേടേണ്ടത്. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം. ആ ആളുകളാണ് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ നാളിൽ, വളരെ സമീപസ്ഥമായി എത്തി നിൽക്കുന്ന ആ നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു മറയുമില്ലാതെ വെളിപ്പെടേണ്ടി വരുമ്പോ തങ്ങളുടെ സകല കുറ്റകൃത്യങ്ങളും എല്ലാവർക്കും വെളിപ്പെടുന്ന വിധത്തില് പരസ്യമായി കാണാൻ കഴിയുന്ന ആ ഒരു സന്ദർഭത്തില് തങ്ങൾക്ക് വേണ്ടി ഇടപെടും, സംസാരിക്കും, ശഫാഅത്ത് ചെയ്യും എന്നൊക്കെ അവർ കരുതിക്കൊണ്ടിരിക്കുന്നത് അവരെ കുറിച്ചാണ്. ആ ഒരു കാര്യം പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, മാലില്ലാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഅ. അവർക്ക് ഒരാൾ വേദനിക്കുമ്പോ അയാൾക്ക് വേണ്ടി വേദനിക്കുന്ന ഒരു ഹൃദയമുള്ള, ആത്മരോഷം കൊള്ളുന്ന, ഒരു അടുപ്പമുള്ള ഒരു കൂട്ടുകാരനും ഉണ്ടാവില്ല. അതേപോലെ തന്നെ തനിക്ക് വേണ്ടി ശുപാർശ നടത്താനായിട്ടുള്ള, ഇടപെടൽ നടത്താൻ സന്നദ്ധത കാണിക്കുന്ന ഒരു ഷഫീഉം ആ ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഈ ഷഫീഇനെ കുറിച്ച് അള്ളാഹുവിടെ പരാമർശിക്കുന്നത് വലാ ഷഫീഉൻ യുതാ എന്നാണ്. അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ് ഈ താഴത്ത്. അപ്പൊ അനുസരിക്കപ്പെടുന്നവനായി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ അള്ളാഹു തട്ടിക്കളയൂല, എന്തായാലും അത് സ്വീകരിക്കും എന്ന വിധത്തിൽ ഒരാൾക്ക് സങ്കല്പിക്കാവുന്ന ഒരു ഷഫീഉം അവിടെ രംഗത്തുണ്ടാവുകയില്ല എന്നാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അതിനും പുറമെ ഈ ഒരു അവസ്ഥ കൂടിയുണ്ട്. അതെന്താണ്? യഅലമു, അവൻ അറിയുന്നു, അള്ളാഹു അറിയുന്നു, ഖായിനത്തൽ അയുനി, കണ്ണുകളുടെ ചതികൾ. കണ്ണുകള് നടത്തുന്ന ചതികള് അറിയുന്നവനാണ് അള്ളാഹു. കണ്ണുകളുടെ ചതി എന്ന് പറഞ്ഞാൽ അന്യായമായത്, അനർഹമായത്, അനുവദനീയമല്ലാത്തത് ഒക്കെ കാണുക എന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഖായിനത്തുൽ അയ്യുൻ എന്നത് കണ്ണുകളുടെ കട്ടുനോട്ടം എന്ന വിധത്തിലാണ് സാധാരണഗതിയിൽ അർത്ഥം പറയാറുള്ളത്. ഖാന, ഖിയാനത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചതിയാണ്. ഖായിനത്തുൽ അയ്യുൻ എന്ന് പറഞ്ഞ, ഖായിനത്തൽ അയ്യുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ ഈ ചതിപ്രയോഗങ്ങൾ, അല്ലെങ്കിൽ കണ്ണുകൾ അന്യായമായി ചെയ്യുന്ന, ദൃഷ്ടികൾ അന്യായമായി ചെയ്യുന്ന സംഗതികൾ, തെറ്റായ സംഗതികൾ കാണാൻ ഒക്കെ തുനിയുന്ന കണ്ണുകളുടെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അത് എല്ലാവരും അറിഞ്ഞോളണമെന്നൊന്നുമില്ല. നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ നേർക്കുനേരെ ദൃഷ്ടിയിൽ പെടാത്ത ചില സംഗതികൾ ഇടം കണ്ണിട്ട് മറ്റുള്ളവർ കാണാതെ എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഖായിനത്തുൽ അയ്യുനായിട്ട് പരിഗണിക്കാം. അത് ശരിയായതല്ല അങ്ങനെ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ അതാണ് ഖായിനത്തുൽ അയ്യുൻ. ചിലതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം, മനസ്സിലാക്കേണ്ടതുണ്ട്. നേർക്കുനേരെ നോക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്നൊക്കെ കരുതുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന സംഗതികളൊക്കെ ഉണ്ടാകാം. ആ വിധത്തിലുള്ള ഒളിഞ്ഞു നോട്ടം, നല്ല ആവശ്യത്തിനുള്ള നല്ല സംഗതികളെ കുറിച്ചല്ല പറയുന്നത്. കുറ്റകരമായ രീതിയിൽ കണ്ണുകൾ നടത്തുന്ന കട്ടുനോട്ടങ്ങൾ അതുവരെ അറിയുന്നവനാണ് അള്ളാഹു എന്നതാണ് അവസ്ഥ. എങ്കിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മനുഷ്യൻ വളരെ പരസ്യമായി തന്നെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കൂമ്പാരവും പേറിക്കൊണ്ടാണ് ആ നാളിൽ അവിടെ വരിക.
അതിനോടൊപ്പം ചേർത്ത് അള്ളാഹുവിടെ പറയുന്നത് കണ്ണുകളുടെ കട്ടുനോട്ടം വരെ അറിയുന്നവനാണ് അള്ളാഹു എന്നാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ അന്ന് എത്ര ഭീകരമായിരിക്കും എന്നതാണ് നമുക്ക് ഈ ആയത്തുകൾ വെളിപ്പെടുത്തി തരുന്ന കാര്യം. എന്തെങ്കിലുമൊക്കെ നമ്മളുടെ പോരായികകൾ മറച്ചു പിടിക്കാൻ ഒരു സാധാരണ പറയാറുണ്ടല്ലോ, ഉടുതുണിക്ക് മറുതുണി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ സ്വകാര്യതകളും നഗ്നതകളും നമ്മൾ മറ്റുള്ളവര് കാണുന്നത് ഇഷ്ടപ്പെടാതെ അത് പരമാവധി മൂടി വെച്ചുകൊണ്ട് നടക്കുന്ന സംഗതികളൊക്കെ അത് ശരീരത്തിലും അതുപോലെ തന്നെ നമ്മളുടെ ആത്മാവില് പറ്റിപ്പിടിച്ചിട്ടുള്ള കറകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെയും വളരെ സുതാര്യമായ, വളരെ ട്രാൻസ്പാരൻസി ഉള്ള വിധത്തിൽ അള്ളാഹുവിന് കാണാൻ സാധിക്കുന്നു എന്നൊരവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്ര ഭീകരമായ നിസ്സഹായാവസ്ഥയായിരിക്കും ഓരോരുത്തരും ആ സന്ദർഭത്തിൽ നേരിടേണ്ടി വരിക. നമ്മളൊക്കെ തന്നെയും നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നന്മകളിൽ മുന്നേറുന്നവരും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമ്മളുടെയൊക്കെ തന്നെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല വീഴ്ചകളും പോരായികകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിട്ട് നിർത്തിയത് കൊണ്ട് മാത്രം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വഷളാകാതെ നീങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള പോരായികകളും വീഴ്ചകളും അബദ്ധങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത്തരം സംഗതികളിൽ യാതൊന്നും തന്നെ മറയില്ലാത്ത വിധത്തില് അള്ളാഹു കാണുന്നു എന്നതാണ് ആ ദിവസത്തിന്റെ അവസ്ഥയെങ്കിൽ എന്ത് ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടാണ് ഒരാൾക്ക് ആ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് നമ്മളൊക്കെ നേരത്തെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും വകഫിർ അന്നാ സയ്യിആതിന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കഫിർ അന്നാ സയ്യിആതിന എന്ന് പറയുമ്പോൾ നമ്മുടെ വീഴ്ചകളും പാതകങ്ങളും പോരായ്മകളും ഒക്കെ പൂർണ്ണമായിട്ട് മറച്ച് പിടിക്കാനാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. കഫറ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കലല്ല, അത് മൂടിയിടലാണ്. അത് പ്രത്യക്ഷപ്പെടാത്ത വിധത്തില് പോരായികകൾ ധാരാളം സംഭവിച്ച ആളുകൾ തന്നെയാണ് നമ്മളൊക്കെയും എന്നത് അംഗീകരിച്ചുകൊണ്ട് അവ മറയിട്ട് വെക്കണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടലാണ് ആ പദം നൽകുന്ന അർത്ഥം. ഇതാണ് അതിന്റെ സൂചന. അപ്പോ യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ മറച്ചു പിടിക്കുന്നത് ഇങ്ങനെയാണല്ലോ. നമ്മൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും എല്ലാം വെളിപ്പെടുത്താറില്ല. ഹൃദയത്തിന് പലതും മറച്ചു വെക്കാൻ കഴിയും, ഗോപ്യമാക്കി വെക്കാൻ കഴിയും. അപ്പൊ നമ്മള് രഹസ്യമായി കണ്ണുകൾ കൊണ്ട് അന്യായമായത് കണ്ടത് അല്ലെങ്കിൽ കണ്ണുകളുടെ കട്ടുനോട്ടം, അതുപോലെ ഹൃദയങ്ങൾ മറച്ചു വെച്ചത്, അങ്ങനെ പലതും നമ്മൾ ഇങ്ങനെ രഹസ്യമാക്കി വെച്ചത് കൊണ്ടും ഹൃദയങ്ങൾ വെളിപ്പെടുത്താതെ ഇരിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഒരു മാന്യമായ അവസ്ഥയിൽ നമുക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ടാവുക. ഇത് വിശ്വാസികളുടെ കാര്യത്തിൽ പോലും വലിയ വിധത്തില് ബാധകമായ ഒരു കാര്യമാണെങ്കിൽ നിഷേധികളുടെ കാര്യത്തിൽ അത് എത്ര ഭീകരമായ വിധത്തിലായിരിക്കും എന്നത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങള് ഒളിപ്പിച്ചു വെക്കുന്നത്, അതുപോലെ നമ്മളെ ദൃഷ്ടികളുടെ കട്ടുനോട്ടം, ദൃഷ്ടികളുടെ ചതിപ്രയോഗങ്ങൾ, ഇതൊക്കെയും അറിയുന്നവനാണ് അള്ളാഹു. ഇവിടെ സുദൂർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സുദൂർ എന്ന് പറഞ്ഞാല് സദറിന്റെ ബഹുവചനാണ്. സദർ എന്ന് പറഞ്ഞ നെഞ്ചാണ്. നെഞ്ചകങ്ങളിലെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ അതുവരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അത് നമ്മളുടെ ബോധമണ്ഡലത്തിലൂടെ കടന്നുപോയ, നമ്മുടെ ചിന്തയിലോ ആലോചനയിലോ ഭാവനയിലൂടെയോ ഒക്കെ ഒന്ന് കടന്നുപോയ കാര്യമായിരിക്കും. നമ്മൾ അതിൽ ഇൻവോൾവ് അല്ല.
അതുമായി ബന്ധപ്പെട്ട യാതൊന്നിലേക്കും നമ്മൾ പോയിട്ടില്ല. പക്ഷെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലും ആലോചനയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലും സൂക്ഷ്മമായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വെളിപ്പെടുന്ന ആ ദിവസം എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നതാണ് ഇവിടെ അള്ളാഹു ആലോചിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയണം, അള്ളാഹു യഖ്ളി ബിൽ ഹഖ്, അള്ളാഹു സത്യാധിഷ്ഠിതമായി നീതിപൂർവകമായി ഏറ്റവും അർഹത ഉള്ള വിധത്തിൽ വിധി കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ വിധി കൽപ്പന എങ്ങാനും അനീതിയുള്ളതായി പോകും. ഇത്രയും ഗോപ്യമായി നിൽക്കുന്ന കാര്യങ്ങള്, രഹസ്യമാക്കി കൊണ്ടു നടന്ന കാര്യങ്ങള്, മനസ്സിൽ കടന്നുപോയ തോന്നലുകൾ വരെ അള്ളാഹുവിന് മറഞ്ഞു കിടക്കുന്നതല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നടത്തുന്ന വിധി തീർപ്പ് എത്ര നീതിപൂർവകമായതായിരിക്കും എന്നത് ആലോചിക്കാവുന്നതാണ്. നമ്മളിപ്പോ കോടതി പ്രക്രിയകളിലൂടെ നിരന്തരം പല വിഷയങ്ങളും കടന്നു പോകുന്നത് കാണുന്നുണ്ട്. മാധ്യമ വിചാരണയുടെ രംഗങ്ങളും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ ഇപ്പോ വളരെ വ്യാപകമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ വിചാരണ അതും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പരിസരത്തോ ചുറ്റുപാടോ ലോകത്തോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെയും ഈ വിധത്തിലുള്ള വിചാരണകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. സമീപകാലത്ത് ഒരു ബസ് യാത്രക്കിടയിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് അത് വലിയ സങ്കീർണമായ സാഹചര്യം സൃഷ്ടിച്ചൊരു വിഷയം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ ആംഗിളിൽ നിന്നാണ് ആളുകൾ ഈ വിഷയത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു തലം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മറ്റേ വശം മൂടി വെച്ചുകൊണ്ട് വിചാരണ നടത്തി വിധി തീർപ്പ് നടത്തുന്ന എത്രയോ പ്രഭാഷണങ്ങളും വീഡിയോസും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയത് കാണുന്നു. പത്രങ്ങൾക്കും ചാനലുകൾക്കും അവരുടെ രൂക്ഷമായ അന്ത്യവിചാരണകൾ നടത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. വളരെ ബാലൻസ്ഡ് ആയിട്ട് കൃത്യമായ സത്യവും നീതിയും ധർമ്മവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിധി തീർപ്പ് ഇതിൽ ആരാണ് നടത്തുന്നത് എന്ന് പരിശോധിച്ചാൽ ഓരോരുത്തരും അവരുടെ ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിൽ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിധി തീർപ്പ് എന്നത് ഒന്നും മറഞ്ഞു കിടക്കാത്ത വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവനായ റബ്ബിന്റെ വിധി തീർപ്പാണ്. അത് 100% ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം ആണ്, നീതിയാണ്, അർഹതയാണ്. ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ കൃത്യമായ വിധി തീർപ്പാണ് അള്ളാഹു ആ നാളിൽ നടത്തുക. വല്ലാഹു യഖ്ളി ബിൽ ഹഖ്, ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ സത്യം, നീതി, അർഹത, ഈ സംഗതികളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ വിധി തീർപ്പാണ് അള്ളാഹു ആ സന്ദർഭത്തിൽ നടത്തുക. വല്ലദീന യദഊന മിൻ ദൂനിഹി, എന്നാൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവന് പകരമായി ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ മഅബൂദുകൾ ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്ത് തരം വിധിയാണ് അവർ നടത്താറുള്ളത്? അതാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത്. അള്ളാഹു നീതി നിർവഹിക്കുന്നവനാണ്. സത്യത്തിനെ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അർഹതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിധി തീർപ്പ് നടത്തുന്നവനാണ് അള്ളാഹു. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും മറിഞ്ഞു കിടക്കുന്നില്ല. നീതിപൂർവകമല്ലാത്ത ഒരു നടപടിയും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല, ഉണ്ടാകേണ്ടതുമില്ല. എന്നാൽ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അവന്റെ സ്ഥാനത്ത് ഇവര് സ്വീകരിച്ചിരിക്കുന്ന ശരീക്കുകൾ, വല്ലദീന യദഊന മിൻ ദൂനിഹി, അവര് ലാ യഖ്ളൂന ബിശൈഇൻ, അവര് യാതൊരു വിധിയും നടത്തുന്നില്ല. ഒരു വിധി തീർപ്പും നടത്താൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് അതിനുള്ള അധികാരമില്ല, അവർക്ക് അതിനുള്ള അർഹതയില്ല, അവർക്ക് അതിന് അവസരവുമില്ല, അവർക്കത് സാധിക്കില്ല. അള്ളാഹുവാണ് കൃത്യമായ
സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിധി തീർപ്പ് നടത്തുന്നത്. അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അതൊക്കെയും വ്യാജമായ ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെയാണ്. അവയൊന്നും ഒരു വിധി തീർപ്പും നടത്തുന്നില്ല. നിങ്ങൾ കരുതുന്ന പോലെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുന്ന ആ സന്ദർഭത്തില് അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വിധി തീർപ്പ് നടത്താൻ കഴിയുന്നവരല്ല ഇവരൊന്നും തന്നെയും എന്നതാണ് വസ്തുത. വല്ലദീന യദൂന മിൻ ദൂനിഹി ലാ യഖ്ലൂന ബിശൈഇ ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ. എന്നിട്ട് തുടർന്ന് പറയുന്നത് നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഈ വിധി തീർപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സന്ദർഭത്തില് ഈ അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ, സമീഉ ബസീർ, ഈ രണ്ട് വിശേഷണങ്ങൾ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് വളരെ അർത്ഥപൂർണമാണ് എന്നത് കാണാൻ കഴിയും. എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു, എല്ലാം കാണുന്നവനാണ് അള്ളാഹു. ഈ രണ്ട് സംഗതികളും സ്വാഭാവികമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു മൂന്നാമത്തെ ഒരു വസ്തുതയുണ്ട്. അത് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്നതാണ്. അതിവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പലയിടത്തും അത് പറയുന്നുണ്ട്. കേൾവിയും കാഴ്ചയും അറിവ് നൽകുന്ന സംവിധാനങ്ങളാണല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാതും കണ്ണും ഒന്നുമല്ല, അത് അവന്റെ സ്വത്വപരമായിട്ടുള്ള പ്രത്യേകത തന്നെയാണ്. യാതൊന്നും അവനിൽ നിന്നും മറിഞ്ഞു കിടക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കപ്പാസിറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കണ്ണുകളും കാതുകളും ഒക്കെയാണുള്ളത്. അതിന്റെ ഒരു പരിധി നിർണയിച്ചു വെച്ചിട്ടുണ്ടാവും. എത്ര വലിയ ശബ്ദം കേൾക്കാം, എത്ര ചെറിയ ശബ്ദം കേൾക്കാം, ഏത് രണ്ട് എക്സ്ട്രീംസിനിടയിലുള്ളതാണ് കേൾക്കാൻ കഴിയുക. കാഴ്ചയുടെ കാര്യത്തിൽ അങ്ങനെ അള്ളാഹു ഒരു വിഷൻ, ഒരു ഇമേജ് വിസിബിൾ ആവുന്നതിന്റെ ഒരു റേഞ്ച് മനുഷ്യന്റെ കാര്യത്തിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. തൊട്ടടുത്തുണ്ടായത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും ചെറുതാണെങ്കിൽ നമ്മൾ കാണൂല. നമ്മുടെ കൈവിരലിൽ പോലും ആയിരക്കണക്കിന് സൂക്ഷ്മ ജീവജാലങ്ങൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലുതായ പലതും ഇവിടെ ഉണ്ടാവും. മലക്ക് ജിബ്രീലിനെ കുറിച്ച് അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായി വഹി ലഭിച്ച ആ അനുഭവം വിവരിക്കുമ്പോൾ നൽകുന്ന ഒരു വിവരണം, ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിലായി നിറഞ്ഞു നിൽക്കുന്ന അസംഖ്യം ചിറകുകളുള്ള അതീവ സുന്ദരമായ ഒരു രൂപഘടനയുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് മലക്ക് ജിബ്രീലിനെ കുറിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ദൃഷ്ടിഗോചരമാക്കപ്പെട്ടു എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുപോലെയുള്ള മലായിക്കത്തുകൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവും, നമ്മളതൊന്നും കാണുന്നില്ല. നമുക്ക് അവ അള്ളാഹു ദൃഷ്ടിഗോചരമാക്കി തന്നിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ഇവിടെയൊന്നും മലക്കുകളില്ല എന്നല്ല ആ പറയുന്നതിന്റെ സൂചന. അപ്പൊ നമ്മുടെ കാഴ്ച പരിമിതമാണ്, നമ്മുടെ കേൾവി പരിമിതമാണ്. എന്നാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം കേട്ടും കണ്ടും അറിയാൻ കഴിയുന്നവൻ ആയ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാഹു യഖ്ലി ബിൽ ഹഖ് എന്നത് അക്ഷരം പ്രതി പുലരുന്ന ഒരു കാര്യമാണ്. വല്ലാഹു യഖ്ലി ബിൽ ഹഖ്, സത്യാധിഷ്ഠിതമായി കിറുകൃത്യം നീതി നടപ്പിലാക്കുന്ന വിധത്തിലുള്ള അർഹത പരിഗണിച്ചുകൊണ്ടുള്ളതാണ് അള്ളാഹുവിന്റെ വിധി തീർപ്പ് എന്നത്. അവന്റെ കേൾവിയെയും കാഴ്ചയെയും എന്ന് വെച്ചാൽ അവന്റെ ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും. അതില് ഒരു പോരായികയും വീഴ്ചയും തികവില്ലായ്കയും ഉണ്ടാവുകയില്ല എന്നതാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. ആ നാളിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു വിഷയവും ഇതാണ്. യൗമുൽ അസിഫ എന്ന് പറഞ്ഞല്ലോ ഇവിടെ, യൗമുൽ ഖിയാമ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഴത്ത് തുടങ്ങിയ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ നാളിനെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ആ നാളിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിധി തീർപ്പ് നൽകുന്നു. അത് സത്യവും നീതിയും അർഹതയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ വിധി തീർപ്പുകളായിരിക്കും എന്നതാണ്
എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.